എൻ്റെ അമ്മയുടെ വീടടക്കമുള്ള പ്രോപ്പർട്ടികളെല്ലാം നരേന്ദ്രൻ തമ്പിക്ക് പണയപ്പെടുത്തിയിരിക്കുകയായിരുന്നു. മുതലും പലിശയൊന്നും തിരിച്ചടക്കാതെ തന്നെ ആ ലോൺ ഇളവ് ചെയ്ത് തരാമെന്ന് ജയശീലനും ദേവരാജനും സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. കടം വീട്ടാൻ കണ്ട എളുപ്പ വഴിയല്ലേ കൊലപാതകം. നരേന്ദ്രൻ തമ്പിയുടെ ബന്ധുക്കളുമായിട്ട് എങ്ങനെയാ നിങ്ങൾക്ക് പരിചയം? അമ്മ വഴിക്കൊരു ബന്ധുതയുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. ഞാൻ അമ്മയുടെ ഫസ്റ്റ് മാരേജിലെ മകനാ. അച്ഛൻ മരിച്ച ശേഷം അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചു. ആകെ മൊത്തം കടുങ്കെട്ടാണല്ലോടാ. ഇനി ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. തമ്പിയെ കൊന്നത് എതിയാണെന്ന് നിനക്കുറപ്പുണ്ടോ? ഇല്ല സർ. ഓക്കെ. കൊല്ലപ്പെട്ടത് നരേന്ദ്രൻ തമ്പിയാണെന്ന് നിനക്കുറപ്പുണ്ടോ? ഇല്ല. എതി ജീവിച്ചിരിപ്പുണ്ടെന്ന് നിനക്കുറപ്പുണ്ടോ? ഉറപ്പില്ല സർ. നരേന്ദ്രൻ തമ്പി ജീവിച്ചിരിപ്പുണ്ടെന്ന് നിനക്കുറപ്പുണ്ടോ? നല്ല ഒന്നാന്തരം ഗൂഢാലോചനയും പ്ലാനിങ്ങും, ഒന്നാന്തരം കൊലയാളി, ഏറ്റവും പറ്റിയ സാഹചര്യങ്ങളും സ്ഥലവും. പക്ഷെ ആര് കൊന്നു, ആരെ കൊന്നു, ആര് ചത്തു, ആര് ജീവിച്ചിരിപ്പുണ്ട് എന്നൊന്നും അറിയില്ല. കൊള്ളാം, ക്രൈംബ്രാഞ്ചിന് കിട്ടിയ കേസ് കൊള്ളാം. ആരൊക്കെ ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തത് പറ. തുടക്കം മുതൽ ഒടുക്കം വരെ ഈ ഓപ്പറേഷനിൽ പങ്കെടുത്ത സകലരുടെയും പേര് വിവരങ്ങൾ എനിക്ക് കിട്ടണം. പറഞ്ഞോ. നാശം. എന്താ സുധേ? ചന്ദ്രേട്ടൻ എന്താ ഫോൺ കട്ട് ചെയ്തത്? ഒരു സഹായത്തിന് പിന്നെ ഞാൻ വേറെ ആരെ വിളിക്കാനാ ചന്ദ്രേട്ട? നിന്നെ നിന്റെ മോനെ സഹായിച്ച് ഞാനൊരു പരുവത്തിലായിരിക്കാ സുധേ. ആ നീ കാര്യം പറ. ചന്ദ്രേട്ട, ഹരിക്കുട്ടനെ പോലീസ് പിടിച്ചു. അവനെ പോലീസ് പിടിക്കുന്നത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. ആട്ടെ, എന്താ സംഗതി? ആ കണ്ണൂരുകാരനില്ലേ രാഘവൻ, അവൻ ശിവജിയെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു. രാഘവൻ ഏർപ്പാട് ചെയ്തത് ഹരീഷാണെന്ന് പറഞ്ഞ അവനെ പോലീസ് പിടിച്ചത്. എടി, രാഘവനെ കൊണ്ട് അതിനെങ്ങാനും കൊള്ളാവോ? അറിഞ്ഞോണ്ട് ആരെങ്കിലും അവനൊരു പണി ഏൽപ്പിക്കൂ? നിന്റെ മോന്റെ ബുദ്ധി കൊള്ളാം. ചന്ദ്രേട്ട, എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണേ. ഇടി, ഞാൻ എന്നെ രക്ഷിക്കാൻ എന്ത് ചെയ്യണമെന്നും പറഞ്ഞു ഓടി നടക്കുക. അവൻ എന്റെ പേരും പറഞ്ഞു കൊടുക്കില്ലേ? പിടികൊടുക്കല്ലേ ചന്ദ്രേട്ട. ഹരിക്കുട്ടനെ ജാമ്യത്തിൽ ഇറക്കാനെങ്കിലും ഒരാള് പുറത്തു വേണ്ടേ? എല്ലാം കുഴപ്പത്തിലായി സുധേ. എല്ലാരും പോലീസ് പൊക്കി. അടുത്ത എന്റെ ഉഴവായിരിക്കും. നീ ഫോൺ വെച്ചോ. പോലീസ് ഇപ്പൊ എന്നെ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. ചന്ദ്രമോഹൻ അല്ലേ? അതെ. ഇങ്ങോട്ടൊന്ന് ഇറങ്ങണം. എന്താ സാറേ കാര്യം? കാര്യം എന്താണെന്ന് അറിഞ്ഞാലേ താങ്കൾ ഇറങ്ങത്തുള്ളൂ.
സാറേ എന്റെ ബുക്കും പേപ്പറും ഒക്കെ കറക്റ്റാ. പക്ഷേ താനത്ര കറക്റ്റ് അല്ലല്ലോ ചന്ദ്രമോഹൻ. ഞങ്ങൾക്കതിന് വ്യക്തമായ തെളിവും കിട്ടിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് വിശദമായി സംസാരിക്കാം. താൻ പോയി വണ്ടിയിലോട്ട് കയറ്. പറഞ്ഞത് കേട്ടില്ലടോ. തൻ്റെ വണ്ടിയിലോട്ടല്ല, ദേ ഈ വണ്ടിയിലോട്ട് കയറ്. നമുക്ക് സർക്കാർ ചെലവിൽ പോകാൻ സൗകര്യമുള്ളപ്പോ താൻ എന്തിനാടോ വെറുതെ പെട്രോൾ കളയുന്നേ? ചെല്ലടോ. നോക്കിയിരിക്കാതെ പിടിച്ചു കയറ്റോ. അങ്ങോട്ട് നടക്കടാ. ഇങ്ങോട്ട് വേണം. നടക്ക്. അങ്ങോട്ട് കയറോ. കയറാ. പ്രകാശ് വണ്ടി എടുത്ത് പുറകെയോ? സർ. ആരാ നോക്ക്. ആരാണെന്ന് പറയാം. ജയശീലും ദേവരാജനും ഇവിടെ ഇല്ലേ? ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ഇല്ലേ? ഒരല്പം മാറിക്കോ പ്ലീസ്. ആരാന്ന് പറഞ്ഞില്ല. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി രാജു എബ്രഹാം. ഏയ് ഹലോ. രക്ഷപ്പെടാനൊന്നും ആലോചിക്കണ്ട. നമുക്ക് പെട്ടെന്ന് ജോലി തീർക്കുന്നല്ലേ നല്ലത്. ഇങ്ങ് വാ. നീയാണോ ജയശീലൻ? അതെ. എന്ന് വെച്ചാ ജയം മാത്രം ശീലിച്ചവൻ. തോൽവി എന്താണെന്ന് അറിയില്ല. തോറ്റിട്ടേയില്ല. നീ ഒന്ന് അങ്ങോട്ട് നീങ്ങിയെന്നേ. നിങ്ങളെ രണ്ടുപേരും ഒന്നിച്ചൊന്ന് കാണട്ടെ. ആദ്യമായിട്ട് കാണുകയല്ലേ. അങ്ങോട്ട് നീങ്ങിക്ക്. ജ്യേഷ്ഠനും അനുജനും കൊള്ളാം. കണ്ടാ നല്ല കുലീനന്മാരാണെന്ന് തോന്നലോടാ. പെറ്റ തള്ളയുടെ ഗുണമാണോ അതോ ജനിപ്പിച്ച തന്തയുടെ പാരമ്പര്യമോ? സാർ ഇരിക്കണം. ഇരിക്കാം. പരിചയപ്പെട്ടിട്ടാകാമല്ലോ എന്ന് വിചാരിച്ചു. നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ എൻ്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞ ദിവസം. നിങ്ങളുടെ റിലേറ്റീവും കൂടിയാണെന്നാ പറഞ്ഞത്. അത്രയ്ക്ക് വലിയ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല സർ. അത്രയ്ക്കൊരു റിലേഷൻ ഇല്ലാത്തവൻ ഈ വീട്ടിലാണല്ലോ താമസിച്ചിരുന്നത് അല്ലേ? അവൻ മാത്രമല്ല, അവന്റെ അമ്മയും പെങ്ങന്മാരും അടക്കം കുടുംബം മുഴുവൻ. സർ, അതൊരു പ്രത്യേക സാഹചര്യം. സാഹചര്യമൊക്കെ അവൻ വിസ്തരിച്ച് പറഞ്ഞു. കൂടുതൽ വിശദീകരണം വേണ്ട. നിങ്ങളാരാണ്? ഇവരുടെ അമ്മയാണോ? അതെ. ഇതാരാ? എന്റെ വൈഫാ സാറേ. ഒരുപാട് ചോദ്യങ്ങളൊന്നും ഇവിടെ വെച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. നരേന്ദ്രൻ തമ്പി കൊല്ലപ്പെട്ട ദിവസം ഇവിടെ നിന്ന് ബന്ദിപ്പൂർ പോയതാരാ? ദേവരാജനോ ജയശീലനോ? ഇവിടുന്ന് ആരും പോയില്ല സാർ.
നരേന്ദ്രൻ തമ്പി ബന്ദിപ്പൂരിൽ കൊല്ലപ്പെട്ടതിന്റെ തലേന്ന് രാത്രി നിങ്ങളുടെ മക്കൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. രണ്ടുപേരും രണ്ടുപേരും ഉണ്ടായിരുന്നു. നരേന്ദ്രൻ തമ്പിയെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനയിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പങ്കുമില്ലേ? ഇല്ല സർ. കള്ളം പറയുന്നത് ക്രൈംബ്രാഞ്ച് പോലീസിനോടാണെന്ന് ഓർമ്മ വേണം. കോടതിയിൽ കള്ളസാക്ഷി പറയുന്ന പോലെ അല്ല ഇത്. നിങ്ങളാണോ ഹരീഷിന്റെ അമ്മ? അതെ. ദേവരാജൻ, നരേന്ദ്രൻ തമ്പി കൊല്ലപ്പെട്ടതിന്റെ തലേന്ന് രാത്രി നീ ഒരു ബൈക്കിൽ തമ്പിയുടെ കാറിനെ ഫോളോ ചെയ്തു. അതിനു പുറകിൽ കൊലയാളി സംഘം മദ്രാസ് രജിസ്ട്രേഷനുള്ള ഒരു ഒമിനി വാനിൽ വരുന്നുണ്ടായിരുന്നു. തമ്പിയെ ലൊക്കേറ്റ് ചെയ്യുക, ആ വിവരം യഥാസമയം കൊലയാളി സംഘത്തെ അറിയിച്ചുകൊണ്ടിരിക്കുക, അതായിരുന്നു നിന്റെ ഡ്യൂട്ടി അല്ലേ? സുൽത്താൻ ബത്തേരിയിൽ നീ രാത്രി തങ്ങി. കാരണം മുന്നോട്ടുള്ള യാത്ര വനത്തിൽ കൂടിയാണ്. ഭയങ്കര തണുപ്പും വന്യമൃഗങ്ങളുടെ ശല്യവും. പക്ഷേ പിറ്റേന്ന് നീ ബന്ദിപ്പൂരി എന്ന് തമ്പിയെ കണ്ടുപിടിച്ചു. ആ വിവരം കൊലയാളി സംഘത്തിന് കൈമാറി. നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ആർക്കു വേണ്ടിയായിരുന്നു ആ കൊലപാതകം? ഒരു സത്യമെങ്കിലും പറഞ്ഞാൽ എനിക്ക് അത്രയും ജോലി കുറഞ്ഞു കിട്ടും. ഹരീഷ് എല്ലാം ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് നേരിട്ട് യാതൊരു പങ്കുമില്ല. അതെനിക്കറിയാം. കൊല്ലാനുള്ള ഗൂഢാലോചന, ആസൂത്രണം, കൊല്ലേണ്ടവനെ കാട്ടിക്കൊടുക്കൽ, കൊന്നവന് പ്രതിഫലം കൊടുക്കൽ, വ്യാജ വിൽപ്പത്രമുണ്ടാക്കി സ്വത്ത് കൈയടക്കൽ. പക്ഷേ കൊലപാതകത്തിൽ യാതൊരു പങ്കുമില്ല. നിന്നെയൊക്കെ വിശ്വസിച്ച് ജോലിയും ശമ്പളവും ഭക്ഷണവും തന്ന് സ്വന്തം വീട്ടിൽ താമസ സൗകര്യം ഏർപ്പെടുത്തി താമസിപ്പിച്ച അമ്മാവനെ ചതിച്ച് കൊല്ലുക എന്ത് നിസ്സാരം! നല്ല മക്കൾ. ചോദിച്ച ഉടനെ അമ്മ മക്കൾക്ക് വേണ്ടി പച്ച കള്ളം തന്നെ തട്ടിവിട്ടല്ലോ. നല്ല അമ്മ. സ്വന്തം കൂടപ്പുറപ്പിനല്ലേ സ്വത്തിനു വേണ്ടി അരുങ്കൊല ചെയ്തത്. എന്നിട്ട് നരേന്ദ്രൻ തമ്പിയുടെ ഭാര്യയും വളർത്തുമകളെയും ദ്രോഹിച്ച് പുറത്താക്കി. നിങ്ങളാണ് ഏറ്റവും നല്ല അമ്മ. മകൻ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന സ്വർണം മോഷ്ടിച്ചത് നിങ്ങൾ കണ്ടില്ല എന്നടിച്ചു. സ്വന്തം സഹോദരിയുടെ സ്ഥാനത്ത് നിന്നവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചത് അതും കണ്ടില്ല എന്നടിച്ചു. ഇനി സ്വന്തം മകനെ കൊലക്കുറ്റത്തിന് നിയമം ശിക്ഷിക്കുന്നതും കൂടി കണ്ടില്ല എന്നടിച്ചാൽ ഒരമ്മയുടെ കടമ പൂർത്തിയാകും. നരേന്ദ്രൻ തമ്പിയെ കൊലപ്പെടുത്തിയതിന് പിന്നിലെ സൂത്രധാരൻ സ്വന്തം മകനാണെന്നറിഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് യാതൊരു കൂസലും ഉണ്ടായില്ലല്ലോ അല്ലേ? ആ മകനു വേണ്ടി നിങ്ങൾ എന്തൊക്കെ നഷ്ടപ്പെടുത്തി? സ്വന്തം ഭർത്താവിനെ, നന്നായി നടത്തി വന്നിരുന്ന ബിസിനസ് സ്ഥാപനം, താമസിച്ചിരുന്ന വീടും സ്വത്തുക്കളും, അഭിമാനം, ഇനി എന്തൊക്കെ നഷ്ടപ്പെടാനിരിക്കുന്നു? അമ്മമാരങ്ങനെയാ, മക്കൾക്ക് വേണ്ടി എന്തും നഷ്ടപ്പെടുത്തും. എന്നിട്ട് എന്ത് നേടി? ആ മകനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ? അവനെ കൊണ്ടുപോയി നുള്ളിക്കീറി ചുട്ടു തിന്നാനൊന്നും പറ്റില്ലല്ലോ നിങ്ങൾക്ക്. അവൻ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് പോലീസോ ക്രൈംബ്രാഞ്ചോ അല്ല, കോടതിയാ തീരുമാനിക്കുന്നത്. കോടതി തീരുമാനിക്കും. നിങ്ങളുടെ മക്കളെ രണ്ടുപേരെയും ഞാൻ കസ്റ്റഡിയിലെടുക്കുക. ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി നാളെ കോടതിയിൽ ഹാജരാക്കും.
വാ പോവാം. പറഞ്ഞത് കേട്ടില്ലേ? സർ, ഈ ഡ്രസ്സൊന്ന് മാറിക്കോട്ടെ. തൽക്കാലം ഇത് മതി. ജയിലിൽ ചെല്ലുമ്പോ വേറെ ഡ്രസ്സ് കിട്ടും, അപ്പം മാറാം. നടന്നോ. അവരെയൊക്കെ എന്നും കണ്ടോണ്ടിരുന്നല്ലേ, കാണാത്ത ചിലതൊക്കെ നമുക്ക് കാണാം. വാ. ഡോർ തുറക്ക്. ശരി സാർ. അങ്ങോട്ട് കയറിയിരിക്കേ. എങ്ങനെയുണ്ട് ശിവജി? ഇവിടെ നിന്ന് എങ്ങനെങ്കിലും ചാടിപ്പോകാൻ പറ്റുമെന്ന് എൻ്റെ നോട്ടം. അബദ്ധമൊന്നും കാണിച്ചേക്കല്ലേ. ജീവൻ തിരിച്ചിട്ട് എന്നെ ഭാഗ്യം കൊണ്ടാ. ഡോക്ടർ പറയാതെ ഈ മുറിയിൽ നിന്ന് പുറത്തേക്കൊന്നും പോരുത്. ഇതൊരുമാതിരി കൂട്ടിലടച്ച പോലെ. ജയില് തന്നെ ഭേദം. എങ്കിലും ശിവജിക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. നമ്മുടെ ശത്രുക്കളെല്ലാം കൂട്ടിനകത്തായി. ആര്? ആ രാഘവൻ, ഹരീഷ്, ചന്ദ്രമോഹൻ എല്ലാവരും അറസ്റ്റിലായി. വേദനയൊക്കെ കുറവുണ്ടോ ശിവജി? ഉണ്ട് മാം സാബ്. എനിക്കിപ്പോ ഒരു കുഴപ്പവും തോന്നുന്നില്ല. എത്രയും പെട്ടെന്ന് പുറത്തേടാനാ ശിവജിയുടെ ആഗ്രഹം. ശരിക്ക് സുഖായിന്ന് ഡോക്ടർ പറയാതെ അതിനെപ്പറ്റി ആലോചിക്കേ വേണ്ട. ഞാൻ ഭക്ഷണം എടുത്ത് വെക്കട്ടെ? വേണ്ട, അവിടെ ഇരിക്കട്ടെ. ഞാൻ പിന്നെ കഴിച്ചോളാം. പ്രതികളെല്ലാം കോടതി റിമാൻഡ് ചെയ്തു. ഇത്തിരി മുമ്പ് സുധീഷ് വിളിച്ചു പറഞ്ഞതാ. അതിലൊക്കെ എന്തിരിക്കുന്നു? 2 ആഴ്ച കഴിഞ്ഞ് ഒരു ജാമ്യത്തിൽ ഇറങ്ങില്ലേ. തന്നെയുമല്ല, അവർ കോടതി ചെല്ലുമ്പോൾ എങ്ങനെയെങ്കിലും ഊരിപ്പോരുകയും ചെയ്യും. ശിവജിയെ കുത്തിയ കേസിന് തെളിവും സാക്ഷികളും ഒക്കെ ഇല്ലേ? അവർക്ക് അത്ര എളുപ്പത്തിൽ രക്ഷപ്പെടാൻ പറ്റൂ? എന്റെ കേസിൽ നിന്ന് അവർ രക്ഷപ്പെടണം. അതാ എന്റെ ആഗ്രഹം. എന്നെ കുത്തിയ കേസിൽ അങ്ങേയറ്റം അവർക്ക് 2-3 വർഷം ശിക്ഷ കിട്ടുമായിരിക്കും. അതിനർത്ഥം അത്രയും കാലത്തേക്ക് അവർ നമ്മളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നായിരിക്കും. അതല്ല നമുക്ക് വേണ്ടത്. ഹരീഷും ചന്ദ്രമോഹനും പുറത്തിറങ്ങണം. വിക്രമനെ കൊണ്ട് സത്യം പറയിച്ച പോലെ ഓരോരുത്തരെ ഇടിച്ചു പിഴിഞ്ഞ് നമുക്ക് സത്യം ചോർത്തിയെടുക്കണം. എന്നാലേ തമ്പി സാബിന് എന്ത് സംഭവിച്ചു എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
എല്ലാരും ഉണ്ടല്ലോ. ഒരു വാടക ഗുണ്ടയ്ക്ക് ഇത്രയധികം വിസിറ്റേഴ്സോ? എന്താണോ തന്റെ സ്റ്റാറ്റസ്? ശിവജി ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് സാർ. ആയിക്കോട്ടെ. ഇയാളെ കൊണ്ട് നിങ്ങൾക്കുള്ള ഉപകാരം എന്താണെന്ന് എനിക്കറിയാം. തനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല സാർ. എനിക്ക് ഇയാളുടെ മൊഴിയെടുക്കണം. അതിനെ ഞാൻ വന്നത്. ഞങ്ങൾ നിൽക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാർ? ഉണ്ടല്ലോ. അപകടനിലയിലാണെങ്കിൽ മാത്രം ഡോക്ടർക്കോ ഒരു ബൈസ്റ്റാൻഡർക്കോ കൂടെ നിൽക്കാം. ഇതിപ്പം അങ്ങനെയൊന്നുമില്ലല്ലോ. ശരി സർ, ഞങ്ങൾ പുറത്ത് നിൽക്കാം. ശിവജി പോലീസിനോട് എന്ത് പറയുന്നു ഇപ്പൊ എന്റെ സംശയം? ഇവിടുന്ന് രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ലേ നരേന്ദ്ര? ഉണ്ടല്ലോ. ദാ ആ കാണുന്ന വാതിൽ തുറന്ന് നേരെ അങ്ങ് പുറത്തേക്ക് പോയാൽ മതി. ഞാനിതുവരെ പോയിട്ടില്ലെന്നേ ഉള്ളൂ. നരേന്ദ്രൻ എന്താ എന്നെ കളിയാക്കാണോ? നമ്മൾ രണ്ടുപേരും ഒരേ കെണിയിലാണ് അകപ്പെട്ടിരിക്കുന്നതെന്ന് ഓർമ്മ വേണം. നീയാണ് എന്നെ കെണിയിലാക്കാൻ ശ്രമിച്ചത്. എന്നിട്ട് നീ രക്ഷപ്പെട്ടോ? ഇല്ല. ഞാനും നീയും ഇവിടെ അകപ്പെട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കാ.